വ്യാജ പോക്സോ കഥ പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം കിളിമാനൂർ RRVHSലെ അധ്യാപികയായ CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് കേസ്. സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കിളിമാനൂർ RRVHSലെ +2 അധ്യാപിക CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ്. വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയാണ് വിദ്യാർത്ഥിനിയുടെ പഠനവും ഭാവിയും അനിശ്ചിതത്വത്തിലാക്കിയത്. അപമാനഭാരത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി. അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണമാണെന്ന് കണ്ടെത്തി. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. ചികിത്സയിലായതിനാൽ 4 മാസം സ്കൂളിൽ പോയില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഭയമായി. അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. നാണക്കേട് കാരണം മുടി മുറിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. ന്യൂസ് 18 തിരുവനന്തപുരം. പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. വേങ്ങര അരിക്കുളം കല്ലൻ ഷഫീഖാണ് പിടിയിലായത്. PSC പരിശീലകനാണ് ഇയാൾ. ബസ്സിൽ വെച്ചാണ് 15-കാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ 27-നായിരുന്നു സംഭവം. തിരുവനന്തപുരം നേമത്ത് സ്കൂൾ വിദ്യാർത്ഥിനി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. നേമം ശാന്തിവിള സ്വദേശികളായ ശ്യാം ലേഖ ദമ്പതികളുടെ മകൾ അഹല്യയാണ് മരിച്ചത്. നേമം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ മോഹൻ, ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ പോലീസ്? പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അസ്വാഭാവികത കാണുന്നുണ്ടല്ലോ. ഒരു 4ാം ക്ലാസ്സുകാരിയാണ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നു എന്ന സാഹചര്യം വരുമ്പോൾ. അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ നേമം ശാന്തിവിള സ്വദേശിനിയായ ശ്യാം ലേഖ ദമ്പതികളുടെ മകൾ അഹല്യ എന്ന 9 വയസ്സുകാരി, അതായത് 4ാം ക്ലാസ്സുകാരിയാണ് ഈ പറയുന്ന വീട്ടിലെ ഉള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്ക് പറയുന്ന അനുസരിച്ച് ഈ പറയുന്ന കുട്ടി വീട്ടിനുള്ളിൽ മേശയുടെ പുറത്ത് കയറി ഫാനിൽ ആയിരുന്നു ഇത്തരം ഒരു കൃത്യം ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ പേശ ഉപയോഗിച്ചായിരുന്നു കണ്ടെത്തിയത്. സ്വാഭാവികമായും ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മ ഇന്ന് ആശുപത്രിയിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഈ സമയം കുട്ടി കൂടെ പോകാൻ വേണ്ടി ചാട്യം പിടിച്ചു. ഇതിൽ വഴക്ക് പറഞ്ഞതിനെ തുടർന്നുള്ള ഒരു മനോവിഷമം കുട്ടിക്ക് നേരിട്ടിരുന്നതായി പറയുന്നു. അമ്മ പോയതിനു ശേഷം തിരികെ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു കൃത്യം കണ്ടെത്തിയത്. എന്തായാലും നേമം പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു വ്യക്തമായ ചിത്രം വരാൻ കഴിയൂ. തീർച്ചയായും. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നേമത്താണ് 4ാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേമം കരുമം കണ്ണങ്കോട് ലക്ഷം വീട് കോളനിയിൽ ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടി. 10 പേരടങ്ങുന്ന സംഘം ലഹരി ഉപയോഗിച്ച ശേഷം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു. അക്രമം നടത്തിയ കിരൺ, മിഥുൻ, വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടി. വിവരം അറിഞ്ഞെത്തിയ പോലീസിന് നേരെയും കല്ലേറുണ്ടായി. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ബിനീഷ്, വിനീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കായംകുളത്ത് 4 കിലോ കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. അസം ദേശ്പൂർ റിയാദുൾ ഇസ്ലാമാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്നും കായംകുളത്ത് ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് കഞ്ചാവ്. കായംകുളം പോലീസും ഡാൻസ് ഓഫും ചേർന്നായിരുന്നു പരിശോധന. വീട്ടിൽ നിന്ന് 11.5 പവൻ മോഷ്ടിച്ച കേസിലെ പ്രതിയെ 1 വർഷത്തിന് ശേഷം പിടികൂടി. കായംകുളം പുതുപ്പള്ളി പ്രയാർ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബു ഗോപാലന്റെ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയ കേസിലാണ് മകന്റെ ഭാര്യയായ പുതുപ്പള്ളി നെടിയത്ത് വീട്ടിൽ ഗോപിക പിടിയിലായത്. 2024 മെയ് 10-നാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ബന്ധുവിന്റെ സ്വർണം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് ഗോപിക പറഞ്ഞതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് 2 മോഷണങ്ങളും പുറത്തുവന്നത്. സാബു ഗോപാലന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ലോക്കറിൽ വെക്കാനായി ഗോപികയെ ഏൽപ്പിച്ച 11 പവൻ സ്വർണം
കഴിഞ്ഞ 3-ാം തീയതി തിരികെ ലോക്കറിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപികയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു. മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് ഗോപിക താമസിക്കുന്ന സാബു ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള പ്രയാർ വടക്ക് പനക്കുളത്ത് പുത്തൻ വീട്ടിൽ അന്വേഷണം നടത്തി. തുടർന്ന് ഗോപികയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് സ്വർണം കണ്ടെടുക്കുകയായിരുന്നു. ഇതോടെ കഴിഞ്ഞ വർഷം സാബു ഗോപാലിന്റെ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായ സംഭവത്തിലും പോലീസിന് സംശയം തോന്നി. വിശദമായ ചോദ്യം ചെയ്യലിൽ മകന്റെ ഭാര്യയായ ഗോപിക കുറ്റം സമ്മതിച്ചു. കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നാണ് 1 പവന്റെ 4 വളകളും 10 പവന്റെ മാലയും 1/2 പവൻ തൂക്കമുള്ള താലിയും ഉൾപ്പെടെ 14.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ അന്ന് കവർന്നത്. ഈ സ്വർണം വിൽപ്പന നടത്തി പണയത്തിലായിരുന്ന തന്റെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്തതായി ഗോപിക സമ്മതിച്ചു. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് 18 കായംകുളം. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനും പിതാവിനുമെതിരെ വധഭീഷണി മുഴക്കിയ പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫിനെ പുറത്താക്കി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റേതാണ് നടപടി. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, മാധ്യമ വാർത്ത ആയതിന് പിന്നാലെയാണ് നടപടി, അല്ലേ? തീർച്ചയായും മാസത്തിൽ കാര്യമാണ്. അതിനെ തുടർന്ന് സാന്ദ്ര തോമസ് പരാതി നൽകുകയും ചെയ്തു. പക്ഷെ അതിലൊന്നും ഈ ഫെഫ്ക ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്തയായതിന് പിന്നാലെ ഈ ഓഡിയോ സന്ദേശം പ്രചരിച്ചതിന് പിന്നാലെയാണ് ഒരു നടപടിയുമായി ഫെഫ്ക രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ഫെഫ്കയുടെ വിശദീകരണം ഇപ്രകാരമാണ്. ഈ റെനി ജോസഫ് ഈ ഗ്രൂപ്പിൽ ഇട്ടത് അത് രാത്രിയാണ്. അത് മദ്യലഹരിയിലായിരുന്നു. സ്ഥിരം മദ്യപിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ്. പലരോടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അസമയത്ത് വിളിച്ച് ഇയാൾ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂണിയന്റെ അന്വേഷണത്തിൽ ഇയാൾ സ്വഭാവ വൈകല്യത്തിന് ചികിത്സ തേടുന്നയാളാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്നുകൂടി ഈ ഫെഫ്ക പറയുന്നുണ്ട്. അങ്ങനെ പലരെയും ഇത്തരത്തിൽ മോശമായി പറയുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു. എന്തായാലും ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. റെനി ജോസഫിനെ യൂണിയന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായാണ് ഈ ഫെഫ്ക അറിയിക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിന്റെ ഒരു പത്രക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെയാണ് നിർമ്മാതാവിനെതിരെ റെനി ജോസഫിനെതിരെ ഒരു നടപടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘടനയിലും അല്ലെങ്കിൽ മറ്റ് ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇട്ടപ്പോഴും ആരും ഈ ഒരു എതിർപ്പ് പോലും അറിയിച്ചില്ല, അല്ലെങ്കിൽ ഇത് മോശം പരാമർശമാണെന്ന് ആരും പറഞ്ഞില്ല. ഈ സാന്ദ്ര തോമസിനെ വിളിച്ച് ആരും തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായി തുടരുന്നുണ്ട്. എന്തായാലും ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അംഗത്വത്തിൽ നിന്നും റെനി ജോസഫിനെ പുറത്താക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ നവമി, അന്ന് തന്നെ സാന്ദ്ര തോമസ് സംഘടനയിൽ പരാതി നൽകിയതല്ലേ? സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു, മറ്റാരും പരാതിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ. പക്ഷെ അതിനപ്പുറം ഔദ്യോഗികമായ പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അതാണ് പ്രധാനമായും ആര്യ ചോദിക്കുന്നത്. ഇങ്ങനെ സ്ഥിരം ശല്യക്കാരനായ പല ആളുകളെയും വിളിച്ച് രാത്രി മദ്യപിച്ച് മോശമായ പരാമർശം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വൈകല്യമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ഈ സംഘടന നടപടി എടുക്കാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ പോലും ഈ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു മോശമായിട്ടുള്ള, നമുക്കത് ആ ഓഡിയോ സന്ദേശം പൂർണ്ണ രൂപത്തിൽ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. അത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമായിരുന്നു അതിലുള്ളത്. എങ്കിൽ പോലും ആ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഓഡിയോ 400ഓളം അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിൽ ഈ ഓഡിയോ ഇടുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് അംഗങ്ങൾ അതിനെ എതിർപ്പ് അറിയിക്കാത്തതോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യം ഉന്നയിക്കാത്തതോ എന്താണെന്നുള്ളൊരു കാര്യം ഇവിടെ പ്രധാനമാകുന്നു. എന്തായാലും റെനി ജോസഫിനെ ഇത്രയും ദിവസം സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തയായി ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. സാന്ദ്ര തോമസ് വരെ പറഞ്ഞിരുന്നു ഈ പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയിട്ട് പോലും ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണന്റെ സ്വാധീനം കൊണ്ടായിരിക്കും തനിക്കെതിരായിട്ടുള്ള ഈ വധഭീഷണി പോലും അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവാതിരുന്നത്. പാർട്ടിയിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. എന്തായാലും ഇതിൽ നടപടിയെടുക്കാത്തതിൽ വിജിലൻസിനും DGPക്കും പരാതി നൽകാൻ സാന്ദ്ര തോമസ് തയ്യാറെടുക്കവെയാണ് ഇപ്പോൾ റെനി ജോസഫിനെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നത്. എന്തായാലും റെനി ജോസഫ് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് സംഘടന തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ മുൻപൊന്നും അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുമില്ല. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മാർച്ചിൽ നടന്ന സംഭവമാണ്, പരാതിപ്പെട്ടതും അപ്പോൾ തന്നെയാണ്. എന്നിട്ടും മാധ്യമ
വാർത്തകൾ വന്നതിനു ശേഷം ഇപ്പോഴാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സംഘടന കടക്കുന്നത്. തീരത്ത് തീരാത്ത ആശങ്ക. മുങ്ങിയ കപ്പലിൽ നിന്നും കടലിൽ പരന്ന പ്ലാസ്റ്റിക് മാലിന്യം അടക്കം കേരളത്തിന്റെ തെക്കൻ തീരത്ത് വലിയ മാലിന്യ പ്രശ്നമാകുന്നു. ഇത് നീക്കാൻ വലിയ സാമ്പത്തിക ചെലവുമുണ്ട്. കേരളത്തിന് കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടേണ്ടതല്ലേ? കടലിൽ മാലിന്യം കലർന്നാൽ അത് നീക്കേണ്ട ഉത്തരവാദിത്തം കപ്പൽ കമ്പനിക്കുണ്ട്. ഇതിനായി പ്രത്യേക ഇൻഷുറൻസുമുണ്ട്. കപ്പൽ മുങ്ങിയതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും നഷ്ടപരിഹാരം മുന്നിൽ കണ്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ഒരു തീരപ്രദേശങ്ങളിൽ ഒന്നിലാണ്. അതായത് ചെറിയതുറ എന്ന സ്ഥലത്ത്. ഇവിടെ ഈ കൽക്കട്ടകൾക്ക് മുകളിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത്. പക്ഷേ എനിക്ക് തൊട്ടരികിൽ ഉള്ള കാഴ്ചകൾ അത്ര സുന്ദരമല്ല, ശോഭനമായ കാഴ്ചകളല്ല. അതാ ഇവിടെ നിന്ന് ഈ പ്രദേശം മുഴുവൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ വന്ന് നഡിൽസ് വന്ന് പൂർണ്ണമായി കല്ലുകൾക്കിടയിലും അതോടൊപ്പം തന്നെ തീരത്തോട് അല്പം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് തിര തല്ലി അടിച്ച് കയറി കിടക്കുന്ന കാഴ്ചയാണ്. അതായത് മാർബിൾ ഫലകങ്ങൾ ഇട്ടിരിക്കുകയാണെന്ന് തോന്നും. അങ്ങനെ ഈ മണൽ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം. ഇവിടെ നിന്ന് ഈ തീരത്തിൻ്റെ മറുകര വരെ സമാനമായ തരത്തിൽ ഒരു വശം മുഴുവൻ കല്ലുകൾക്കിടയിലും അതിന് മുകൾ ഭാഗത്തുമായി ഇങ്ങനെ ഈ നഡിൽസ് കയറി കിടക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രായോഗികമായ ഒരു പ്രശ്നം, ഇതിവിടെ നിന്ന് പൂർണ്ണമായി ഈ ഒരു മനുഷ്യന് കൈകൊണ്ട് എടുത്ത് പിറക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലല്ല അതിൻ്റെ അളവ്. കാരണം കണ്ടെയ്നർ കണക്കിന് ഈ പ്ലാസ്റ്റിക് തരികളാണ് ഇവിടെ നിന്ന് ഈ കപ്പൽ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ കേവലം ചില ആളുകൾ നിന്ന് മെനക്കെട്ട് തൂമ്പ കൊണ്ട് കോരി മാറ്റാൻ ശ്രമിച്ചാലൊന്നും അത്ര പെട്ടെന്നത് പ്രായോഗികമായി നടക്കാൻ കഴിയില്ല. സമാനമായ തരത്തിലുള്ള കാഴ്ച കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്കിലും അതോടൊപ്പം തന്നെ തുമ്പയിലുമൊക്കെ പെരുമാതുറയിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ഊർജിതമായിട്ടായിരുന്നു പോലീസും ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാ സേനയും ഒക്കെ ചേർന്ന് ഈ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത്. ഓരോ 100 മീറ്ററായി ഈ സ്ഥലത്തെ തിരിച്ചുകൊണ്ട് അവിടെയുള്ള തരികൾ പൂർണ്ണമായി എടുത്തു മാറ്റുന്നതിന് വേണ്ടി ചാക്കുകൾ കൊണ്ടുവന്നു. സുരക്ഷിതമായി കൈകൊണ്ട് തൊടാതെ അത് മാറ്റുന്നതിന് വേണ്ടി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷേ അങ്ങനെ 2-3 ദിവസത്തിന് അപ്പുറം ആ നടപടികളുമായി അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുമായി പ്രത്യേക ചർച്ച നടത്തിയതിനു ശേഷം തുടക്കമിട്ട ഒരു രക്ഷാദൗത്യമാണ് ഇങ്ങനെ പാതിവഴിയിൽ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത്. ഈ കാഴ്ചകൾ നമുക്ക് പേടി തോന്നും. കാരണം ഇങ്ങനെ ഈ തരികൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാതെ കിടന്നാൽ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ അടക്കം അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഏതാനും ദിവസങ്ങളായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് ഊർജിതമായി കടക്കാൻ തയ്യാറായില്ല എങ്കിൽ കാത്തിരിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതത്തിനൊപ്പം ടൂറിസം മേഖലയ്ക്കും വെല്ലുവിളി ഉയർത്തുകയാണ്. വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന തിരുവനന്തപുരം കോവളം ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം നീക്കുന്നുണ്ടെങ്കിലും കോവളം ബീച്ചിൽ ഇത്തരം പ്രവൃത്തികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ തെക്കൻ തീരപ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവ ടൂറിസം മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി. വിദേശ സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന കോവളം ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ കേരളത്തിന്റെ മുഖമുദ്രയായ കോവളം ബീച്ച് ഇപ്പോൾ കണ്ടെയ്നറിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഗ്രാനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യം മൂടിയതോടെ സഞ്ചാരികൾ ബീച്ചുകളിലേക്ക് എത്തുന്നില്ല. തിരുവനന്തപുരത്തെ മറ്റ് ബീച്ചുകളിൽ നിന്നും മാലിന്യ നീക്കം നടക്കുന്നുണ്ടെങ്കിലും കോവളം ബീച്ചിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സഞ്ചാരികളെ കാലങ്ങളായി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതിനൊപ്പമാണ് തീരത്തെ മാലിന്യ പ്രശ്നം. കംപ്ലീറ്റ് വേസ്റ്റാണ്. വേസ്റ്റ് മാലിന്യം കൊണ്ടുവന്ന് കൂട്ടിയിടുകയും ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഈ കപ്പലിൽ നിന്ന് വന്ന സാധനം മാറി മാറ്റാനോ അങ്ങനെ ഒരു കാര്യം ഒന്നും ചെയ്യുന്നില്ല. മൊത്തം ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഇതുമില്ല. സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിലെ പാളിച്ചയാണ് പ്രധാനമായും മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധി. പ്രാദേശിക ടൂറിസം മേഖലയ്ക്കും കണ്ടെയ്നറിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട്. നിലവിൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ സഞ്ചാരികൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് വിലക്കുണ്ട്.
സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ സ്വകാര്യ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യം പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിച്ചതായി പരാതി. കിണർ വെള്ളത്തിൽ രാസമാലിന്യം കലർന്ന് രൂക്ഷഗന്ധം വന്നതോടെ കുടുംബങ്ങൾ വീട് ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതിയായി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് താഴെക്കുറന്ത് ഗ്രാമത്തിലാണ് ഭീതിയോടെ ജനം കഴിയുന്നത്. തങ്ങൾ പോലും അറിയാതെ രാസമാലിന്യം എത്ര കാലമായി കുടിവെള്ളത്തിൽ കലർന്നിട്ടുണ്ടാകുമെന്നതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഇത് ഒരു സാമൂഹ്യ ബാധ്യതയായിരിക്കുകയാണ്. അധികാരികൾ പറയുന്നത് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇത് എവിടെയാ കൊണ്ട് നിക്ഷേപിക്കുക? സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച മുതൽ പ്രദേശമാകെ അതിരൂക്ഷ ഗന്ധമാണ്. ഇതേ ഗന്ധമാണ് ഇപ്പോൾ സമീപത്തെ കിണറുകളിലും. ദൂരസ്ഥലങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് പ്രദേശത്തുകാർ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുള്ള ചൂരൽ എന്ന സ്ഥലത്ത് നിന്നാണ് വെള്ളം കൊണ്ടുവന്നിട്ട് ഇപ്പം കുടിക്കാനും മറ്റുമായി ഉപയോഗിക്കുന്നത്. 6 വർഷം മുൻപാണ് പാലറ്റ് സ്ക്രീൻ എന്ന പേരിൽ ഇവിടെ പ്രിന്റിംഗ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. ചെറുകിട സംരംഭം എന്ന പേരിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പലവിധ പ്രിന്റിംഗുകളാണ് ഇവിടെ നടക്കുന്നത്. 6 വർഷമായി സ്ഥാപനം നടത്തുന്ന നിയമലംഘനത്തിനെതിരെ അധികൃതർ മൗനം പാലിക്കുന്നതായി നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. നമുക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിന് ആശാസ്യമില്ലാത്ത ഒരുപാട് പ്രിന്റിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അടക്കം നിരോധിച്ച കാര്യങ്ങളാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് പോകുന്നത്. ഇത് അടിയന്തരമായിട്ട് ഇതിന് ഇരകളായിട്ടുള്ള ഇപ്പം പ്രത്യക്ഷത്തിൽ ഇരകളായിട്ടുള്ള 3-4 വീട്ടുകാരുണ്ട്. അവർക്ക് അടിയന്തരമായിട്ട് തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം. അതുവരെ ഞങ്ങൾ പ്രക്ഷോഭത്തിലാണ്. പ്രിന്റിംഗിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സെറിക്കോൾ ഇമൽഷൻ, കെമിക്കൽ സോൾവെന്റ്, തിന്നർ, ഹാർഡനർ, റിമൂവർ തുടങ്ങിയവ മഴവെള്ളത്തിൽ കലർന്ന് ഉറവയായി സമീപത്തെ കിണറുകളിൽ എത്തുകയാണ്. പുറത്തേക്ക് രാസമാലിന്യം എടുക്കുന്ന പല ഏജൻസിയുണ്ട്. അവർക്ക് കൊടുക്കാതെ ഇവിടെ മൺകുഴികൾ എടുത്ത് JCB വെച്ചിട്ട് വലിയ മൺകുഴികൾ എടുത്തിട്ട് അതിൽ ഇട്ട് മൂടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്തെ ചില കുടുംബങ്ങൾ സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീടുകളിലേക്ക് താമസം മാറി. ജില്ലാ ഭരണകൂടവും മനുഷ്യാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഈ വർഷത്തെ സംസ്ഥാന പരിസ്ഥിതി പുരസ്കാരം പ്രഖ്യാപിച്ചു. ചെയർമാൻ ഡോക്ടർ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പത്മശ്രീ IM വിജയൻ വിജയികളെ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ രംഗത്ത് നിന്നും ന്യൂസ് 18 പ്രിൻസിപ്പൽ ക്യാമറാമാൻ TS ഹരികൃഷ്ണൻ, പൊതുവിഭാഗത്തിൽ നിന്ന് പട്ടാമ്പി സ്വദേശി മുരളീധരൻ വേലേരി മഠം, സ്ഥാപന വിഭാഗത്തിൽ നിന്ന് കായംകുളം MSM കോളേജ് എന്നിവർ അവാർഡിന് അർഹരായി. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കന്നുകാലികൾ മേയുന്ന ഭൂമിയിൽ ഉപേക്ഷിക്കുന്ന വിഷയം പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്കാണ് അവാർഡ്. ഷാജഹാൻ രാജധാനി, സക്കീർ, റജി ജോമി, മുഹമ്മദ് ഷാഫി, ഡോക്ടർ AP മുഹമ്മദ് എന്നിവർ അവാർഡ് പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. നോക്കാം ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9130 രൂപ, പവന് 73,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7510 രൂപ, പവന് 60,080 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ, കിലോഗ്രാമിന് 1,17,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.